ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചിട്ടുള്ളത് കേട്ടോ. മക്കൾക്കൊന്നും സ്കൂളില്ല, ഏട്ടന് പണിയില്ല. അപ്പം അതുകൊണ്ട് നേരം വൈകിട്ടാണ് നീച്ചത്. അപ്പം ഇതാ ഇന്ന് ദോശയായിരുന്നു കടി. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ദോശമാവ് ബാക്കി ഉണ്ടെങ്കിൽ അതുകൊണ്ടൊരു സാധനം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് കുഴിപ്പനിയാരാണ് കേട്ടോ. അത് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാലുണ്ട് കുഴിപ്പനിയാരം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. പല രീതിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ദോശമാവ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എല്ലാവർക്കും പറ്റിയിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നാൾ കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്തിരുന്നു അത് ചൂടാക്കേണ്ട ആവശ്യമില്ല, വറവ് അതിലേക്ക് ഇട്ടാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നാളികേരവും പച്ചമുളകും അതുപോലെ ചെറിയ ഉള്ളി ഇഞ്ചിയൊക്കെ അരച്ചെടുത്തതാണ്, ഉപ്പും കൂട്ടിയിട്ട് അരച്ചെടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി വെളിച്ചെണ്ണയിൽ വറവിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇങ്ങനെ തന്നെയാണ് കൂട്ടുകാർ പറഞ്ഞത് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും ഈ ഒരു ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്തതും ചൂടാക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതായാലും ചട്നിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവർക്കും അത് പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം ഇതിൻ്റെ കുറേ മുന്നേ ഞാൻ ഈ പനിയാരം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കടുക് ചേർത്തു. പിന്നെ കുറച്ച് ഉഴുന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, സവോള ഇതൊക്കെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എന്താ പറയുക, ഓവറായിട്ട് കനം ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഒരുപാട് കളറ് മാറിപ്പോവൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതെന്തായാലും കണ്ണൻ അവിടെ വാട്ടാന്ന് പറഞ്ഞിട്ട് ഓനവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോറിനുള്ള വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി കഴുകാൻ വന്നതാണ്. അപ്പം അരി കഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അനുട്ടി നീച്ച് വന്നിട്ട്, ഓക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ, നീച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ്റിപ്പിടിച്ച് നിൽക്കുകയൊക്കെ വേണം, എന്നാലേ ഓൾക്കൊരു ഉഷാർ വരികയുള്ളൂ. ഇന്ന് കുറേ സമയം ഉറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആകെ ഒരു ഉറക്കഭ്രാന്ത് ഉണ്ട് കേട്ടോ. ഉറക്കം തീരാത്ത പോലെയൊക്കെ ഉണ്ട് ഓക്ക്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ണം വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ, ദോശമാവിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഉപ്പൊക്കെ അതിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അത് മതി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ചൂടോട് കൂടി തന്നെയാണ് ചേർത്തത്. അപ്പോൾ ഇഡ്ഡലി മാവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയാൽ മതി. ദോശമാവാകുമ്പോൾ കറക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ട് എൻ്റെ അടുത്ത് കേട്ടോ. അതുകൊണ്ട് ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മറ്റേ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിലും എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. എണ്ണ അല്ലെങ്കിൽ ഇതേപോലെ തടവിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലാവുമ്പോൾ കുറച്ച് എണ്ണ മതിയല്ലോ. അപ്പോൾ ഈ കുഴിക്കൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊരൊറ്റ പ്രാവശ്യം തന്നെ ഒരുപാട് ഉണ്ടാക്കാം കേട്ടോ. ഇരുമ്പിൻ്റെ ചട്ടിയിലാണെങ്കിൽ കുറച്ചേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ വലിയതാണ് ഇരുമ്പിൻ്റെ ചട്ടിയിൽ. ഇതിലാവുമ്പോൾ ചെറിയ ചെറിയ അപ്പമായിരിക്കും. കണ്ടില്ലേ, നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതിങ്ങനെ വേവിച്ചെടുക്കാൻ. അതുപോലെ വേവിക്കുമ്പോൾ തന്നെ ഒന്ന് അടച്ച് വെക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ മേലെ ഭാഗത്ത് ഇങ്ങനെ വേവാത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യത്തൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഒഴിച്ചു കൊടുക്കുകയാണ്. സത്യത്തിൽ ഇത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ മുന്നേ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് കഴിച്ചതായിട്ട് മക്കൾക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞില്ലേ. കണ്ണന് പിന്നെ ഓർമ്മ ഉണ്ട് കേട്ടോ, മറ്റാർക്കും ഇവിടെ ഓർമ്മയില്ല. ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഉണ്ടാക്കിയേക്ക് തന്നെ വേഗം ഒന്ന് തിന്നു നോക്കുകയാണ്. അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനുട്ടിക്ക് കണ്ടപ്പോൾ ഒന്ന് വേഗം ചായ കുടിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത് ഇതാ വീണ്ടും അടുത്തതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് സാമ്പാർ ഫ്രിഡ്ജിലിരിക്കേണ്ടിയിരുന്നു. അപ്പോൾ അനുമോക്ക് ചട്നി പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാമ്പാർ എടുത്തുകൊണ്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞി അപ്പാണ്, വലിയ ഉണ്ണിയപ്പമല്ല കേട്ടോ. വലിയ ഉണ്ണിയപ്പം പോലെയാണത്. പനിയാരാണ് കേട്ടോ, മധുരമൊന്നും ഇട്ടിട്ടില്ലല്ലോ നമ്മൾ. പക്ഷെ ഉണ്ണിയപ്പം പോലെ നന്ദു നീച്ചിട്ട് ഉണ്ണിയപ്പാണെന്ന് പറയുന്നു കേട്ടോ. നന്ദുവിനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ആദ്യം അവന് ദോശ കഴിച്ചു, പിന്നെയാണ് ഇത് അവന് ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നിയത്. അപ്പോൾ അതിലേക്ക് ചട്നിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കണ്ണനെ കഴിക്കാൻ നിൽക്കുകയാണ്. ശരിക്കും കട്ടിയുള്ള നല്ലോണം നാളികേരം അരച്ചിട്ട് ചട്നി ഉണ്ടാക്കണം കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റൂല. കുട്ടികൾക്കൊക്കെ നല്ലോണം കറി വേണം. അതുകൊണ്ട് ഞാൻ ലൂസാക്കിയിട്ടാണ് എപ്പോഴും ഉണ്ടാക്കലുള്ളത്. കറികൾക്ക് എപ്പോഴും കുറച്ച് നീട്ടം വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കണ്ണൻ സാമ്പാറൊന്നും ഒഴിക്കാതെ ആദ്യത്തെ കഷ്ണങ്ങളൊക്കെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഓന് കിഴങ്ങാണ് കൂടുതൽ ഇഷ്ടം സാമ്പാറത്തെ. അപ്പോൾ എന്തായാലും കിഴങ്ങ് തിരഞ്ഞെടുത്തിട്ട് ഓനെ കഴിക്കാൻ നിൽക്കുകയാണ്.
ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇന്നലത്തെ പരീക്ഷണം ആകെ പൊട്ടിപ്പാളീസായി പറഞ്ഞില്ലേ. ഇന്നത്തേത് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദോശമാവിൽ ഇങ്ങനെ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ദോശമാവിലായിരുന്നില്ല കേട്ടോ. അന്ന് വേറെ രീതിക്കായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതെന്തായാലും ദോശമാവ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽ ആ ഒരു ഇഞ്ചി പച്ചമുളകിൻ്റെ ഒക്കെ ആ ഒരു ചൊയ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ നല്ല ആർത്തിയോടുകൂടി തിരിഞ്ഞാണ് കേട്ടോ. അവന് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ ട്രിപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തപ്പോൾ അനുമോക്ക് തിരിച്ചിടണം എന്ന് പറഞ്ഞിട്ട് ഓളയമ്മ പണിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ നമ്മളെപ്പോഴും മരത്തിൻ്റെ ചട്ടുകാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ എനിക്ക് അതുകൊണ്ട് മറച്ചിടാനൊക്കെ ഭയങ്കര പണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ സ്പൂണുകൾ എടുക്കും. ഇല്ലെങ്കിൽ ചപ്പാത്തിക്ക് ആണെങ്കിൽ കൈകൊണ്ട് അങ്ങനെ മറച്ചിടും കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു തേപ്പ് ഉള്ളിൽ ആ കോട്ടിങ് പെട്ടെന്ന് പോകുമല്ലോ. അപ്പോൾ ഞാനത് അവളോട് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഫോർക്കിൻ്റെ ആ ഒരു ഭാഗം അതിൽ കുത്തല്ലേ, അതിൻ്റെ തേപ്പ് പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഒരുപാട് വർഷം പഴക്കണ്ട ആ ഒരു ചട്ടിക്ക്. പക്ഷെ ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല. അപ്പോൾ അനുമോക്കുള്ളതും തന്നെ ഓള് എടുത്തിട്ട് വേഗം ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്നിയും കൂടിയും കുറച്ച് ഒഴിച്ച് നോക്കട്ടെ പറഞ്ഞിട്ട് ഒരു ഇത്തിരി ഒഴിച്ചിട്ടുള്ളൂ. വലിയൊരു ഇഷ്ടമല്ലാത്ത കാര്യമാണ് അത് കേട്ടോ. സാമ്പാറാണെങ്കിൽ മുങ്ങാൻ മാത്രം ഒഴിക്കും, അത്ര ഇഷ്ടമാണ് ഓക്ക്. അപ്പം അനുമോക്കും തന്നെ കുഞ്ഞു കുഞ്ഞി അപ്പം കണ്ടപ്പോഴേ വേഗം കഴിക്കുകയാണ് കേട്ടോ. ഓള് നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മക്കൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടോ. ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത് അനുമോളും നന്ദുംപൊടിയും കുഞ്ഞെ കുറേ സമയം കഴിഞ്ഞിട്ട് ഓക്കെ തിന്നെയാണ് കേട്ടോ. ഇന്നലെ കൊണ്ടുവന്ന വെച്ചാണ്. അപ്പോൾ നന്ദുവിൻ്റെ മാത്രവും കഴിച്ചിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വല്ലപ്പോഴേ കൊണ്ടു കൊടുക്കുള്ളൂ കേട്ടോ. ഏട്ടന് വലിയ ഇഷ്ടമല്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവന്ന് തിന്നണത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ കൂടുതലും അതല്ല ഇഷ്ടം. പിന്നെ ഇതാ കുറച്ച് മുരിങ്ങ ഉരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറിലേക്ക് കറി ഉണ്ടാക്കണ്ടേ. ഇന്നിപ്പോൾ എല്ലാം ആക്കം പോലെയാണല്ലോ. അപ്പോൾ അമ്മ അതിൽ മുളകൊക്കെ മുറിച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അത് തിളച്ചതിന് ശേഷം മുരിങ്ങിടും. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. അങ്ങനെയാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അല്ലാതെ നാളികേരമൊന്നും ചതച്ചിടണില്ല. ഇങ്ങനത്തെ ഉപ്പേരി ഉണ്ടാക്കിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറും ചോറും ആ ഉപ്പേരി മാത്രം കഴിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ട്. അതുപോലെ നന്ദുട്ടൻ്റെ കഞ്ഞി അവിടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കറികളും ഒന്നും ആയിട്ടില്ല. ഇന്നെല്ലാം ആക്കം പോലെയാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് അമ്മ വന്നപ്പോൾ ഒരു കുമ്പളങ്ങേൻ്റെ കഷ്ണം കൊണ്ടുവന്നിരുന്നു. അമ്മയ്ക്ക് അവിടെ നിന്ന് ചെറിയമ്മ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഇറച്ചിയും കുമ്പളങ്ങയും വെക്കുക എന്ന് പറഞ്ഞിട്ട് ഏട്ടനോട് പുറത്തേക്ക് പോയപ്പോൾ ഇറച്ചി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു 100 രൂപേൻ്റെ ഇറച്ചിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങി ഇറച്ചിയും വെക്കാൻ തന്നെ നല്ല ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മതിയല്ലോ. അല്ലെങ്കിൽ കുറേ ഇറച്ചിയൊന്നും വേണമെന്നില്ല. അതിൽ ഉള്ളിയും തക്കാളിയും കുമ്പളങ്ങിയും ഒക്കെ കൂടെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കറി. അപ്പം നമ്മളെ ചാനലിലുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങാച്ചോറും കുമ്പളങ്ങി ഇറച്ചിയും കറിയൊക്കെ ഉണ്ടാക്കിയത് ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല. അപ്പം അതൊക്കെ അമ്മ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും വെക്കൂല, അമ്മയാണ് വെക്കുന്നത് കേട്ടോ. അമ്മ വെച്ചിട്ടുണ്ടെങ്കിലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ വെക്കുന്ന രീതി അമ്മ വെക്കുന്ന രീതിയും രണ്ടും രണ്ടാവും. അപ്പം അമ്മ പണ്ടൊക്കെ ഉള്ള ഒരു കറീനെ പോലെയാണ് വെക്കുന്നത് കേട്ടോ. ഇതിൽ എന്താ പറയുക, പൂളയും കായയും അതുപോലെ ചേമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഏതായാലും ഇപ്പോൾ അതൊന്നും കയ്യിലില്ല. ഉള്ളി, കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, അതുപോലെ എന്താ പറയുക കുമ്പളങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഏട്ടൻ കൊണ്ടുവന്നത് 100 രൂപയ്ക്കൊന്നും കേട്ടോ ഇറച്ചി. ഏട്ടൻ എന്തായാലും കൊണ്ടുവരുമ്പോൾ 100 രൂപയ്ക്കൊന്നും കൊണ്ടുപോകില്ല. 2 കിലോന് ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് അതിലേക്ക് ഇട്ടു. ബാക്കി ഞാൻ ഉള്ളി ചിക്കൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഉള്ളി ചിക്കനും തന്നെ നമ്മളെ ചാനലിലുണ്ട്. അതിൻ്റെ റെസിപ്പി ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ചിക്കനാണ് കേട്ടത്. ഇത് എത്ര കഴിക്കാത്തവരും ഇത് കഴിച്ചു പോകും. കഴിച്ചാലൊരു മടുപ്പും ഇല്ല എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇത് ആദ്യം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ആ ഒരു സമയത്ത് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നു കേട്ടോ. കുറച്ചേ ചേർക്കാവൂ. പിന്നെ അതിലേക്ക് കുറച്ച് അധികം ചെറിയ ഉള്ളി അത് ചതച്ചിട്ട് ചേർക്കണം. അല്ലാതെ ഇത് പൊളിച്ച് ചേർക്കാൻ പറ്റൂല കേട്ടോ. ഇതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി തിരുമ്മിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ വെക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂണ്ടു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ചോറിനലും എല്ലാം കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അനിയൻ്റെ മരുമകൾ ഗർഭിണിയായിരിക്കുകയാണ്. 2ാമത്തെ മരുമകൾ ഗർഭിണിയായിരിക്കുകയാണ്. അപ്പോൾ 9ാം മാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കുന്നു കേട്ടോ കാണാൻ പോകണം എന്നുള്ളത്. 2ാമത്തതാണ്. അപ്പോൾ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ 9 മാസമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ആയി വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിന് സാധിച്ചിട്ടുള്ളത്. ഞായറാഴ്ച വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് പോവാന്ന് വെച്ചാൽ കുറേ ആയി വിചാരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു തടസ്സമാവും. അപ്പോൾ ഏതായാലും ഞങ്ങളെല്ലാവരും കൂടി ഉച്ചയ്ക്ക് ചോറക്കുണ്ടൽ കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ. അത് ചെറിയമ്മയാണ്. ഇത് 2ാമത്തെ മരുമകളാണ്. ഇവളാണ് ഗർഭിണി കേട്ടോ. ഗോപിക എന്നാണ് ഉള്ള പേര്. ഇനി ഒരാളും കൂടി ഉണ്ട്, പ്രിയ പറഞ്ഞിട്ടോളൂ. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
ബസ്സിൻ്റെ അടുത്തേക്ക് പോയതാണ് കേട്ടോ. കുട്ടി സ്കൂളിലേക്ക് പോയതാണ്. അപ്പോൾ അങ്ങനെ ബസ്സിൻ്റെ അടുത്തേക്ക് പോയതാണ്. ഇത് കുട്ടിയച്ചിയാണ്. അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെയാണ് ചായ കുടിച്ചത്. ഏട്ടനും അച്ഛനൊക്കെ അങ്ങോട്ട് ഹാളിലേക്ക് കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് ഓരോ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരലുള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇവിടെ പൂരം ഉണ്ടാവുമ്പോൾ എന്തായാലും വരലുണ്ട്. കുംഭമാസത്തിൽ ഇവിടെ പൂരം ഉണ്ടാവും. ഇവിടെ അമ്പലമൊക്കെ ഉള്ള വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ തറവാട്ടമ്പലം ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് അച്ഛമ്മേൻ്റെ വീടും അതേപോലെ അമ്മായിൻ്റെ വീടൊക്കെ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും കൂടി ഒന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഓറഞ്ച് പെയിൻ്റ് അടിച്ചതാണ് അച്ഛമ്മേൻ്റെ വീട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ചുറ്റി തിരിഞ്ഞ് കുറേ ഉണ്ട് പോകാൻ. അപ്പോൾ ഇതിലിങ്ങോട്ട് നടക്കുകയാണെങ്കിൽ കുറച്ചുള്ളൂ. കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്തും. അപ്പോൾ ഈ റബ്ബറും പിന്നെ കഴുങ്ങും തെങ്ങൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മളെ ഇവിടുത്തെ പ്രകൃതി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അവർക്ക് നമ്മളെ ഈ ഒരു സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കിത് കണ്ട് അത്ര ഒരു ഭംഗിയായിട്ടൊന്നും തോന്നലില്ല. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ ഷീബാവാസം എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ട്. അത് എല്ലാത്തിലും കമൻറ്റ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അവരിവിടെ മലപ്പുറത്ത് ഒരു കുട്ടീൻ്റെ പഠനം കഴിഞ്ഞുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ നമ്മളെ മലപ്പുറം കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ലോണം ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ ഷീബ ചേച്ചിക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഷീബാവാസം എന്ന് പറയുന്ന ആ ചേച്ചിക്ക് എൻ്റെ വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ കമൻറ്റുകളും എല്ലാവരും കമൻറ്റുകളും വായിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോഴാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും തുടർന്നും ഉണ്ടാവണം. അപ്പോൾ ഇത് അച്ഛമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛമ്മയ്ക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസായി എന്ന് പറഞ്ഞില്ലേ, പ്രതീക്ഷിക്കാതെ കണ്ടതല്ലേ, അതുകൊണ്ട് ഭയങ്കര ഒരു അതിശയം കേട്ടോ. മറ്റേത് വിളിച്ച് പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ വരാൻ പറ്റുമല്ലോ ഇപ്പോൾ, പക്ഷെ വിളിച്ച് പറഞ്ഞതൊന്നുമില്ല. അപ്പോൾ ആരോടും വിളിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ, പറയാതെ തന്നെയാണ് വന്നത്. കുട്ടിയച്ഛനോട് ചെന്നപ്പോഴും മോല് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടൊന്ന് കിടക്കിയിരുന്നു. ഓർക്കും തന്നെ ഭയങ്കര ഒരു അതിശയമായിരുന്നു കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ പറയാതെയല്ലേ ചെന്നത്. അപ്പോൾ പറയാതെ ചെല്ലണതും പറഞ്ഞ് ചെല്ലണതും രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ അച്ഛമ്മേൻ്റെ പൂന്തോട്ടമാണ് ഇട്ടത്. കാണാൻ നല്ല രസമുണ്ട്. ഇഷ്ടം പോലെ പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഞങ്ങൾക്ക് തരിക, എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ തീയൊക്കെ കത്തിക്കാൻ നിന്നു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് കയ്യും പിടിച്ച് കൊണ്ടുവന്നു കേട്ടോ. ചായ ഒന്നും ഉണ്ടാക്കണ്ട, കുട്ടിയച്ഛൻ്റെ അവിടുന്ന് ചായ കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം നമുക്ക് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ കരിവേപ്പിൻ്റെ ഇല കണ്ടത്. നമുക്ക് അവിടെ കുറവാണല്ലോ. ആദ്യമൊക്കെ അവിടെ നിന്ന് അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളവിടെ റബ്ബർ നാലെണ്ണം വലുതായപ്പോൾ പിന്നെ കരിവേപ്പ് ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, ചേമ്പും ചേനയും ഒന്നുമില്ല. ആദ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരു തൊടുകിയിരുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ കരിവേപ്പിൻ്റെ ഇല പൊട്ടിച്ചോളി പറഞ്ഞു. അപ്പോൾ അച്ഛയും ആ ചുട്ടിയും കൂടിയും കുറച്ച് തോനെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇല്ലെടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അത് നാടൻ കരിവേപ്പിലായിട്ട് നല്ല സ്മെല്ല് കേട്ടോ. കറികളിലൊക്കെ എത്ര ഇട്ടാലും മതിയാവാത്ത ആളാണ്. അപ്പോൾ ഏട്ടൻ ചോദിക്കലും ഉണ്ട്, ഉപ്പേരിയ തിന്നണ്ടേ കറിവേപ്പിൻ്റെ ഇല തിന്നണ്ടേന്നത്, അത്ര ഇടലുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അച്ഛയും കൂടിയിട്ടുണ്ട് അതൊക്കെ പൊട്ടിച്ചു തരാൻ. അപ്പോൾ അച്ഛമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ തന്നെ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പം നന്ദൂട്ടന് പോവായിട്ട് വൈകിയിട്ടുണ്ട് കേട്ടോ. എവിടേക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓനങ്ങനെ സ്വൈര്യം കെടുത്തിക്കൊണ്ട് വെക്കും. അപ്പോൾ അവിടെ ഏട്ടൻ്റെ മടിയിലിരിക്കുന്നുണ്ട്. പോവുക പറഞ്ഞിട്ട് കുറേ നേരമായി. അപ്പോൾ ഏട്ടനും ഓനും കൂടി ഇവിടെ ഉമ്മർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നത് കേട്ടോ. പിന്നെ അത് അച്ഛമ്മേനെ തൊടുകയെന്ന് കുറേ കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്. ആ വെള്ള കാന്താരി ഇല്ലേ, അത് നമ്മളെ വീട്ടിലുണ്ട്, പക്ഷെ അവിടെ കുറവാണ് കേട്ടോ. കാനലായിട്ടാവും വേണമെങ്കിൽ. ഇവിടെ നല്ലോണം ഉണ്ട്. അപ്പോൾ അച്ഛമ്മ പറയുന്നു പറിച്ചോ എന്നുള്ളത്. അപ്പോൾ പഴുത്തതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഉള്ളവർക്ക് മുളകൊന്നും വേണ്ടി വെച്ചിട്ട് ഞാൻ പണക്ക് വേണമെങ്കിൽ പറിച്ചു പറഞ്ഞു. ഇപ്പം ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ട്. ഇനിയും കുറേ പറിക്കാണ്ട് കേട്ടോ. ഞാൻ കുറച്ചേ പറിച്ചുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു തേക്കിൻ്റെ ഇലയിൽ പൊതിഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ആ കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഒരു കവറിലാക്കി തന്നു. പിന്നെ അച്ഛമ്മേൻ്റെ ഇവിടെ നാളികേരം ഉണ്ട്. അപ്പോൾ കുറച്ച് നാളികേരം അച്ഛയേട്ടനും കൂടിയും പൊളിച്ചു. അതൊക്കെ കൊണ്ടുപോകുന്നു. കുട്ടിയച്ചേൻ്റെ അവിടെ നിന്ന് കുറച്ച് കറിക്കായ തന്നു. അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ ഇവിടെ വന്നപ്പോൾ. പിന്നെ അമ്മായിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, മാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരിച്ച് ഞങ്ങൾ പോന്നപ്പോൾ തന്നെ 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് 2:15 2:30 ആകുമ്പോഴാണ് പോന്നിട്ടുള്ളത്. അടുത്ത് തന്നെയാണ് കേട്ടോ. വലിയൊരു ദൂരം എന്നൊന്നും പറയാനല്ല, ഇന്നാ ദൂരം ഉണ്ടേനും അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. താങ്ക്